നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ കേരള ഹൈക്കോടതിയുടെ ഒരു അടിപൊളി വിധി. വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കാം. ചട്ടം പാലിച്ച് കൂളിംഗ് ഫിലിം ഒട്ടിച്ച വാഹനങ്ങൾക്ക് നേരെ പിഴ ചുമത്തിയതിനെതിരെ അവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മോട്ടോർ വാഹന ചട്ടങ്ങളിലെ ഭേദഗതി പ്രകാരം വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും വശങ്ങളിലും സേഫ്റ്റി ഗ്ലാസുകൾക്ക് പകരം സേഫ്റ്റി ഗ്ലേസിംഗ് കൂടി ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. മുൻവശത്തെയും പിൻവശത്തെയും ഗ്ലാസുകളിൽ 70% കുറയാത്ത സുതാര്യത ഉറപ്പുവരുത്തുന്ന ഫിലിം ഒട്ടിക്കാം. വശങ്ങളിൽ 50% സുതാര്യത വരുത്തുന്ന കൂളിംഗ് ഫിലിം ഒട്ടിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സേഫ്റ്റി ഗ്ലേസിംഗ് വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നതിന് വാഹന നിർമ്മാതാവിന് മാത്രമല്ല വാഹന ഉടമയ്ക്കും അവകാശമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. ചുരുക്കത്തിൽ ഇനി വാഹനങ്ങളിലിരുന്ന് വെയിലടിച്ച് പൊള്ളേണ്ട. കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നതിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാനോ പിഴ ചുമത്താനോ അധികൃതർക്ക് അവകാശമില്ല എന്ന് ജസ്റ്റിസ് എൻ നഗരേഷ് വ്യക്തമാക്കി. കൂളിംഗ് ഫിലിം നിർമ്മിക്കുന്ന കമ്പനി കൂളിംഗ് ഫിലിം ഒട്ടിച്ചതിന് പിഴ ചുമത്തിയതിനെതിരെ വാഹന ഉടമ സൺ കൺട്രോൾ ഫിലിം വ്യാപാരം നടത്തുന്നതിന്റെ പേരിൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകിയ സ്ഥാപനം തുടങ്ങിയവർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ സുപ്രധാന വിധി. 2021 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിലെ വകുപ്പ് 100ന്റെ ഭേദഗതി അനുസരിച്ച് മോട്ടോർ വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും വശങ്ങളിലും സേഫ്റ്റി ഗ്ലാസുകൾക്ക് പകരം സേഫ്റ്റി ഗ്ലേസിംഗ് കൂടി ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ 2019 മാനദണ്ഡങ്ങൾക്കനുസൃതമായ സേഫ്റ്റി ഗ്ലേസിംഗ് ആണ് അനുവദിച്ചിട്ടുള്ളത്. സേഫ്റ്റി ഗ്ലാസിന്റെ ഉപരിതലത്തിൽ പ്ലാസ്റ്റിക് ഫിലിം പതിപ്പിച്ചിട്ടുള്ളത് സേഫ്റ്റി ഗ്ലേസിംഗിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ഭേദഗതി ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ഇത്തരം ഫിലിമുകൾ ഉപയോഗിക്കുന്നത് നിയമപരമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരം ഫിലിമുകൾ ഒട്ടിക്കുന്നത് നിയമപരമായി തന്നെ സുപ്രീം കോടതി വിലക്കിയിട്ടുണ്ട് എന്നതായിരുന്നു സർക്കാർ വാദം. എന്നാൽ നിലവിലുള്ള സുപ്രീം കോടതി വിധികൾ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് മുമ്പാണ് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അന്ന് സേഫ്റ്റി ഗ്ലാസ് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. തുടർന്നാണ് സേഫ്റ്റി ഗ്ലേസിംഗ് കൂടി അനുവദിക്കുന്നത്. ഗ്ലാസും ഫിലിമും ചേർന്ന സേഫ്റ്റി ഗ്ലേസിംഗ് വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നതിന് വാഹന നിർമ്മാതാവിന് മാത്രമേ നേരത്തെ അനുവാദമുള്ളൂ. അതുകൊണ്ട് തന്നെ വാഹന ഉടമയ്ക്ക് ഇക്കാര്യത്തിൽ അനുവാദമില്ല എന്ന് സർക്കാർ കോടതിയിൽ വാദിച്ചു. ചട്ടങ്ങൾ അനുസരിച്ചുള്ള സുതാര്യത ഉറപ്പുവരുത്തുന്ന ഗ്ലേസിംഗ് നിലനിർത്താൻ വാഹന ഉടമയ്ക്ക് അവകാശമുണ്ട് എന്ന് കോടതി വ്യക്തമാക്കി. സുപ്രധാന വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരുന്നത്. ഏതെങ്കിലുമൊക്കെ ഒരു കൂളിംഗ് ഫിലിം ഒട്ടിച്ചാൽ പോലീസ് ചാടി വീഴുക, അവരുടെ മേൽ കനത്ത പിഴ ചുമത്തുക, എന്തൊക്കെയായിരുന്നു കേരളത്തിൽ നടന്ന പൊല്ലാപ്പ്. എന്നാൽ നമ്മുടെ മന്ത്രിമാരൊക്കെ ഗ്ലാസിന്റെ വശങ്ങളിൽ വലിയ ടർക്കി തൂക്കി അത് കയറ്റിയിട്ട് അകത്തൊളിച്ച് യാത്ര ചെയ്യുന്നത് എത്രയോ വട്ടം നമ്മൾ കണ്ടിരിക്കുന്നു. വലിയ വലിയ ഏമാന്മാരുടെ വണ്ടി കൂളിംഗ് ഫിലിം ഒട്ടിച്ച് നഗരത്തിലൂടെ ചീറിപ്പായും. അതൊന്നും ചോദ്യം ചെയ്യാൻ സാധാരണക്കാരന് കഴിയില്ല. എന്നാൽ സാധാരണക്കാരൻ വെയിൽ കൊള്ളാതിരിക്കാൻ ഏതെങ്കിലും ഒരു സൺ ഫിലിം സൈഡിൽ പിടിച്ചാൽ പോലും ചാടി വീണ് വേട്ടക്കാരെ പോലെ പിഴയടപ്പിക്കുന്ന പോലീസ്. പെറ്റി കേസ് തികയ്ക്കുകയാണ് പോലീസിന്റെ മുഖ്യ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതിനിരയാവുന്നതാവട്ടെ എപ്പോഴും വാഹന ഉടമകളും ഡ്രൈവർമാരുമൊക്കെ. റോഡ് നിയമങ്ങൾ കർശനമായി പാലിക്കണം. അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. എത്രയോ വലിയ ദുരന്തങ്ങളാണ് നമ്മുടെ റോഡുകളിൽ നിത്യേന എന്നോണം നമ്മൾ കാണുന്നത്. ഏറ്റവും ഒടുവിലിത വയനാട്ടിലെ ശ്രുതിയുടെ പ്രതിശ്രുതവരൻ അപകടത്തിൽ മരിച്ചത് കേരളത്തിലെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു. നേർക്കുനേർ ഒരു ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അവർ സഞ്ചരിച്ച വാൻ. പലപ്പോഴും റോഡുകളിൽ കൃത്യമായ മാർക്കിങ്സ് ഇല്ല. എവിടെ ക്രോസ് ചെയ്യണമെന്ന് പോലും അറിയാതെ യാത്രക്കാർ നെട്ടോട്ടമോടുന്നു. കൃത്യമായി റോഡ് നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഉത്തരവാദിത്വത്തോടെ സർക്കാരും മോട്ടോർ വാഹന വകുപ്പുമൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കണം. പരസ്പരം PWDയും മോട്ടോർ വാഹന വകുപ്പും പഴിചാരുന്നതിന് പകരം രണ്ടു കൂട്ടരും സംയുക്തമായി തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും കൂളിംഗ് ഫിലിമിൻ്റെ പേരിലുള്ള വേട്ട ഇനി വേണ്ട. വാഹനങ്ങളിൽ കള്ളക്കടത്തുകാരും കൊള്ളക്കാരുമൊക്കെ ഒളിച്ചു കടക്കും. തീവ്രവാദികൾ പോലും ഇങ്ങനെ ഒളിച്ചു കടക്കുമെന്നൊക്കെയായിരുന്നു നമ്മൾ കരുതിയതും സർക്കാർ വിശദീകരിച്ചതുമൊക്കെ. 50% സുതാര്യത വാഹനത്തിനുള്ളിൽ ആരൊക്കെയുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇത് സാധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.